ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തംബ്നെയിൽ കണ്ട പോലെ തന്നെ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായിരിക്കും സർപ്രൈസ് എന്നുള്ളത്. അതെ, ഒരു സൈക്കിളാണ്. കുറേ ആയി സൈക്കിൾ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അത് അപ്പോൾ ബർത്ത്ഡേക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് ഒരു സർപ്രൈസ് എന്ന രീതിയിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ആൾക്കറിയില്ല നമ്മൾ സൈക്കിൾ വാങ്ങിക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ രണ്ടുപേരും കൂടി വന്ന് നന്ദുവിനൊരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നന്ദുവിന് ചെറിയൊരു കാറൊക്കെ വാങ്ങി അവൻ്റെ കണ്ണിൽ പൊടിയിടാൻ സ്കൂളിൽ പോവുകയാണെങ്കിൽ കാറൊക്കെ ജീപ്പൊക്കെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് സൂപ്പിട്ടാണെന്ന് രാവിലെ ഫസ്റ്റത്തെ ദിവസം സ്കൂളിലേക്ക് മോളുടെ കൂടെ പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ മാള് കയറി വന്നു. അവൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, ഒരു കാവായി സ്റ്റിക്കർ മതി എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. അടിപൊളിയായിട്ടുണ്ടല്ലോ. ആളാകെ സർപ്രൈസ്ഡായി പോയി. തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സൈക്കിൾ കിട്ടുന്നൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കര സന്തോഷമായി. അത് എത്രത്തോളം അവളുടെ ഫേസിൽ വരുന്നുണ്ടല്ലോന്നൊന്നും അറിയുന്നില്ല. പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം അത്രയും അബദ്ധമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചെറുപ്പത്തിൽ വാങ്ങിക്കൊടുത്തൊരു സൈക്കിളായിരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ എഴുത്തി അനിയനും കൂടി അതിൻ്റെ 4 പാട് നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. ആകെ ഞെട്ടിത്തരിച്ചിരിക്കുക. പക്ഷെ അത് മുഖത്തങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് അപ്പോൾ പുതിയ സൈക്കിൾ കേട്ടോ. പിന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നും എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഭയങ്കര ഇഷ്ടമായോ? പ്രതീക്ഷിക്കുന്നോ? സർപ്രൈസായി. ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ സൈക്കിൾ വാങ്ങിക്കില്ല, പിന്നെ വാങ്ങിക്കാൻ പൈസ ഇല്ലാന്നൊക്കെയാണ്. ഇപ്പൊ സർപ്രൈസ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എത്താൻ വാങ്ങിക്കാം, അപ്പൊ പൈസ വിചാരിച്ചു. ഇപ്പൊ സർപ്രൈസ്ഡായി. പിന്നെ അതിൻ്റെ മേലെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ മേലെ തന്നെയുള്ള കളിയായിരുന്നു. പുറത്തേക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചളിവിളിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അന്ന് പിന്നെ കംപ്ലീറ്റ് ഇറക്കിയില്ല. ചെറുതിന് നന്ദുവിന് പിന്നെ കയറിയിരിക്കാനായിട്ടില്ല, വലിയ സൈക്കിളല്ലേ. അപ്പോൾ അവനൊരു പേടി അത് കാണുമ്പോൾ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. ഒരു ജീപ്പ് വാങ്ങി ഒതുക്കി. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചെറിയ രീതിയിലൊരു ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളുടെ കുറച്ച് ഗിഫ്റ്റൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സായിട്ടും ഡോളായിട്ടൊക്കെ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരു വെയിലൊക്കെ കണ്ടപ്പോൾ ഏട്ടനൊന്ന് അവളെ ഒന്ന് വണ്ടിയിൽ സൈക്കിളിൽ ഇരുത്തിയിട്ടൊന്ന് ഓടിച്ചിട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ സീറ്റ് കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് സീറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതാണ്. അപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് വലിയ സൈക്കിൾ എടുക്കുന്നത് തന്നെയല്ല നല്ലത്. അവർക്ക് പിന്നെ കുറച്ച് ഉപയോഗിക്കാമല്ലോ. പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കുമല്ലോ ഈ കുട്ടികളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വലിയ സൈക്കിൾ എടുത്തത്. ഒന്ന് ഓടിച്ച് ലെവലാകുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ ഇവിടെ ഒരാൾക്ക് സൈക്കിളില്ലല്ലോ. അപ്പോൾ പഴയ സൈക്കിളിൻ്റെ മേലെ ഒന്നൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി ഒന്ന് ഓടിപ്പിച്ച് വരുമോ ചോദിച്ചപ്പോൾ ഞാനൊന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് അടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.